നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ PC ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കുന്നും മലകളും നിറഞ്ഞ കൂടുതൽ ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ PC ഉണ്ട്. നമസ്കാരം ശ്രീമതി ഹാജിറ. നമസ്കാരം. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിജയപാഠം പദ്ധതി. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും മികവാർന്ന പദ്ധതിയായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് വിജയപാഠം. കഴിഞ്ഞ 4 വർഷക്കാലമായി വിജയപാഠം നല്ല രീതിയിൽ ബൃഹത്തായ പദ്ധതിയെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അന്ന് സ്പീക്കറായിരുന്ന ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് സാറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നത്. പദ്ധതിയുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും അക്കമിട്ട് പറയേണ്ടത് തന്നെയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഗോൾ കിക്ക് എന്ന പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഗോൾ കിക്ക് പദ്ധതി ഏറ്റവും മികവാർന്ന രീതിയിൽ എല്ലാ സ്കൂളുകളിലും ഗോൾ കിക്ക് അടിക്കാൻ വേണ്ടി ഗോൾ വണ്ടി സ്കൂളുകളിൽ എത്തി എല്ലാ കുട്ടികൾക്കും 169 കുട്ടികൾ കിക്കെടുത്ത് സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാലന്റ് ടെസ്റ്റുകൾ, പിക്കപ്പ് ടാലന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ 148ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ദണ്ഡിയാത്രയുടെ ചുമർ ശില്പം GMUP സ്കൂളിൽ അതിന്റെ ഒരു പദ്ധതിയും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിക്കപ്പ് ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾക്ക് തൃശ്ശൂർ കിലയിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LP UP കുട്ടികൾക്ക് കൊക്കാൽ മഠത്തിൽ ബാലസഭ സംഘടിപ്പിച്ചിട്ടുണ്ട്. LP അധ്യാപകർക്ക് നിസാർ പട്ടുവത്തിന്റെ കീഴിൽ 250ഓളം കഥകൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന ഇതിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കലോത്സവം, കായികമേള, ട്രോഫി, അതെല്ലാം എല്ലാ കുട്ടികൾക്കും ട്രോഫിയും മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്ത് നല്ല രീതിയിൽ മെമ്പർമാരുടെ ഇടപെടലോടുകൂടി നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും മികവാർന്ന ഒരു പ്രവർത്തനമാണ് ഇഞ്ചി മിഠായി സഹവാസ ക്യാമ്പ്. ഡിസംബർ മാസങ്ങളിൽ നമ്മൾ കുട്ടികളെ വെക്കേഷൻ ടൈമിൽ 2 ദിവസം 2 ഡേയും 1 നൈറ്റുമായി കുട്ടികളുടെ സഹവാസ ക്യാമ്പ് അതിൽ LP UP കുട്ടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും നല്ല മികവാർന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റവും മികവാർന്ന രീതിയിൽ കുട്ടികളെ കയ്യിലെടുക്കാൻ രൂപത്തിലുള്ള ഗസ്റ്റുകളെ കൊണ്ടുവന്നുകൊണ്ട് 2 ദിവസം സഹവാസമായി അവരുടെ കൂടെ താമസിച്ച് എല്ലാ പ്രവർത്തനങ്ങളും അവരുമായി ഒത്തുചേർന്ന് നടത്തി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 1070ഓളം കുട്ടികൾക്ക് SLC +2 LSS വിജയികളായി NMMS USS അനുമോദനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ LSS USS അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം, അതുപോലെ തന്നെ LSS USS എഴുതുന്ന കുട്ടികൾക്ക് അതിന്റെ മുന്നേ ഉള്ള ഒരു മോഡൽ എക്സാം, അത്തരത്തിലെല്ലാം നമ്മൾ ഈ വിജയപാഠവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ വിരമിക്കുന്ന അധ്യാപകർക്ക് അക്ഷരാദരം പരിപാടി, സ്വാതന്ത്ര്യ ദിനാചരണം, അധ്യാപക ദിനാചരണം, വായനാ ദിനാചരണം, ബഷീർ ദിനാചരണത്തിന് 1 വർഷം നമ്മൾ പുസ്തകമേള, ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളും നൽകി പുസ്തകമേളയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മാംഗോസ്റ്റിൻ തൈകൾ വിതരണം ചെയ്ത് അവർക്ക് കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ട് ബഷീർ ദിനം ആചരിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങൾക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചർക്കും ടാലന്റ് ടെസ്റ്റുകൾ ഉൾപ്പെടെ പാരന്റിംഗ് ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ വിജയപാഠം പദ്ധതി വഴി നൽകി വരുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വൈവിധ്യമാർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താമോ?
പ്രധാനമായും തിരുവള്ളൂർ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നത് നെൽകൃഷിയാണ്. നെൽകൃഷിക്ക് വിത്ത്, കുമ്മായം, വളം, വിതരണം, സബ്സിഡി ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ അതിന് ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് കൃഷിക്ക് വേണ്ട തൈകൾ വിതരണവും അതുമായി വളം, കുമ്മായം വിതരണം അത്തരത്തിൽ നൽകി വരുന്നുണ്ട്. മഞ്ഞൾ കൃഷി, ടിഷ്യൂ കൾച്ചർ, വാഴ അത് ഏറ്റവും നല്ല രീതിയിൽ വിതരണം ചെയ്ത് അതിൽ നിന്ന് വിളവെടുപ്പുകൾ നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും ഉതകുമാകുന്ന രൂപത്തിലുള്ള നല്ല ഇനം തൈകൾ വിതരണം ചെയ്ത് അവർക്ക് ഏറ്റവും ഫലഭൂഷ്ടമായ കാർഷിക വിളകൾ നൽകാൻ ടിഷ്യൂ കൾച്ചർ, വാഴ കൃഷി ഉചിതമായ തീരുമാനമായി മുന്നോട്ട് ഇപ്പോഴും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുധാന്യം കൃഷി, ഇപ്പൊ ഈ കഴിഞ്ഞ നമ്മൾ വിതരണം ചെയ്ത മില്ലറ്റ് പോലെയുള്ള ചെറുധാന്യങ്ങളാണ്. അതിന്റെ കൃഷി, മത്സ്യകൃഷി, പുഷ്പകൃഷി. നമ്മള് ഓണം ആവുന്ന സീസണിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പുഷ്പകൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം വിളവെടുപ്പിനായെങ്കിലും പക്ഷെ ഇടയ്ക്ക് വന്ന മഴ അതിന് അതിപ്രസരം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് നമുക്ക് ഇടിവ് സംഭവിച്ചെങ്കിൽ ഈ പ്രാവശ്യം നമ്മളത് മുന്നേ വിതരണം ചെയ്ത് തൈകൾ വിതരണം ചെയ്ത് അത് അടുത്ത ഓണത്തിലേക്ക് വിളവെടുപ്പിന് പാകമാക്കുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങുവർഗ കൃഷി, എല്ലാ തരത്തിലുള്ള കിഴങ്ങ് വിത്തുകളും വിതരണം ചെയ്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിരുന്നു. അത് തൈയും അതിന് വേണ്ട വളവും ചട്ടിയും ഉൾപ്പെടെയാണ് നമ്മൾ വിതരണം ചെയ്തത്. മൺചട്ടി ഉൾപ്പെടെയാണ് നമ്മൾ വിതരണം ചെയ്തത്. അത് കഴിഞ്ഞ വർഷം നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നു. നല്ല ഒരു പ്രചോദനമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയത്. അത് ഈ വർഷവും തുടർന്ന് പോകാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലങ്കാര മത്സ്യകൃഷി, കർഷകം, അങ്ങനെയൊക്കെ നമ്മൾ കാർഷിക മേഖലയിൽ വിതരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും മഴക്കാലം എത്തി, വെള്ളം കയറുന്ന മണ്ണിടിച്ച് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉണ്ടോ? അതുപോലെ തന്നെ ഈ വർഷം മഴക്കാലം നേരത്തെ എത്തിയതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മഴ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മഴ വന്നതോടുകൂടി നമ്മൾ നല്ല ഇടപെടൽ നടത്തി പഞ്ചായത്ത് ഭരണസമിതി ഒന്നായി തീരുമാനമെടുത്ത് അങ്ങനെയുള്ള ഡ്രൈനേജുകളും തോടുകളെല്ലാം നവീകരിക്കാൻ വേണ്ടി പഞ്ചായത്ത് പുതിയ ഒരു ടെൻഡർ നടപടികളിലേക്ക് പോവുകയും പുതിയ പ്രൊജക്റ്റായിട്ട് അത് കൊണ്ടുവരികയും എല്ലാ വാർഡുകളിലും ഏറെക്കുറെ ഇങ്ങനെയുള്ള വാർഡുകളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം മഴ തുടങ്ങി കഴിഞ്ഞുവെങ്കിലും വേണ്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകളെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രയോജനപ്പെടുത്തുന്നത്? തീർച്ചയായും ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. പരിസ്ഥിതിയുമായി വളരെയധികം ഇണങ്ങി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ദ ഗ്രീനറി ഓഫ് തിരുവള്ളൂർ എന്ന് പറയുന്ന തുരുത്തി മേഖലയിൽ നമ്മൾ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജൈവ ചത്വരം വാർഡുകളിൽ ഓക്സിജൻ പാർലർ നിർമ്മിച്ചുകൊണ്ട് ഓരോ വാർഡിലും ഓരോ ഓക്സിജൻ പാർലർ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 കണിക്കൊന്ന വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ ഈ തരത്തിലുള്ള മേഖലയിലേക്ക് പരിസ്ഥിതി മേഖലയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷരവനങ്ങൾ, സ്കൂളുകൾക്ക് അക്ഷരവനങ്ങൾ 2 സ്കൂളുകൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ദശവൃക്ഷം പദ്ധതി. പോരാതെ തന്നെ നമ്മുടെ തിരുവള്ളൂർ പഞ്ചായത്തിന്റെ പേരാമ്പ്ര വടകര റൂട്ടിൽ കണ്ണായ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പൊതുകുളം നവീകരിച്ച്, ചെക്കിക്കുളം എന്ന പേരിൽ നവീകരിച്ച് MP ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്ത് വലിയൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച തുരുത്ത് മുളത്തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പുഴയോരത്ത് പച്ച തുരുത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷരോദ്യാനം പദ്ധതി, നമ്മുടെ മലയാള അക്ഷരമാലകൾ മുഴുവൻ ചട്ടികളിൽ എഴുതി പിടിപ്പിച്ച് അത് അക്ഷര ഉദ്യാനമായി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ നടത്തി വരികയാണ്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നടത്താൻ പോകുന്നത് ശലഭ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു തീം കൊണ്ടുവന്ന് ശലഭങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയുള്ള പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലസസ്യ സഞ്ചയം, ചെമ്പരത്തി നഴ്സറി, പള്ളികളിൽ ഔഷധവനവും ക്ഷേത്രങ്ങളിൽ നക്ഷത്രവനവും സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാതയോരങ്ങളിൽ പഴവനവും ഈ പ്രാവശ്യം നമ്മൾ ലക്ഷ്യമിടുന്ന പ്രൊജക്ടുകളാണ്.
തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള കലാമേളകളടക്കം സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഹർഷം എന്ന പദ്ധതി പേരിൽ നമ്മൾ വർഷാവർഷങ്ങളിൽ അവരുടെ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട പ്രചോദനം നൽകിക്കൊണ്ട് അവരുടെ ഭിന്നശേഷി കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർഡ് അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളെല്ലാം ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽ വെച്ച് ഒരു ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരെയും അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടന്നു. ബഡ്സ് സ്കൂളുണ്ട്. താൽക്കാലിക കെട്ടിടത്തിലാണ് ബഡ്സ് സ്കൂൾ ഇപ്പൊ പ്രവർത്തിക്കുന്നതെങ്കിലും ബഡ്സിന് വേണ്ടി സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി നമുക്ക് സ്ഥലം വിട്ടു തന്നിട്ടുണ്ട്. അവിടേക്ക് റോഡായി. ഇനി വേണ്ടത് അവിടെ സ്ഥലം നമ്മൾ കെട്ടിടം പണിയാനുള്ള പണി ആരംഭിക്കുകയാണ്. അത് ഫണ്ട് വെച്ചിട്ടുണ്ട്. മഴ ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും മാലിന്യമുക്ത പഞ്ചായത്താണ്. മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? മാലിന്യ നമ്മൾ വൃത്തി ക്യാമ്പയിൻ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത കാലം മുതൽ വൃത്തി പഞ്ചായത്ത് എന്ന രൂപത്തിൽ കനാലുകളും പുഴകളും നമ്മൾ എല്ലാം ഏകോപിപ്പിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരികയാണ്. ഹരിതസേനകൾക്ക് യൂണിഫോം വിതരണം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അതുപോലെ തന്നെ 90% വീടുകളിലും QR കോഡ് പതിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വൃത്തി ആയി സൂക്ഷിക്കാൻ വേണ്ടി ടൗണുകൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി 10ഓളം തൊഴിലാളികളെ നമ്മൾ എടുത്തിട്ട് അവരുടെ ടൗണുകളെല്ലാം കേന്ദ്രീകരിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടേഷനിൽ ഇപ്പൊ 10ഓളം ആളുകളെ എടുത്ത് ആ റൊട്ടേഷനിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ റിംഗ് കമ്പോസ്റ്റുകൾ നമ്മൾ എല്ലാ വീടുകളിലും എത്തിക്കാവുന്ന രൂപത്തിൽ ഏറെക്കുറെ ഏകദേശം 75-80% വീടുകളും റിംഗ് കമ്പോസ്റ്റ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം. അതുകൂടാതെ ഇനിയും വരുന്ന കാലങ്ങളിൽ റിംഗ് കമ്പോസ്റ്റുകൾ വളരെ ത്വരിതമായ രീതിയിൽ വിതരണം ചെയ്യാൻ നമ്മൾ ശ്രമങ്ങൾ തുടരുന്നു. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖല തന്നെയാണ്. മഴക്കാലം എത്തിയതുകൊണ്ട് തന്നെ നിരവധി പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യം കൂടുതലാണ്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? കോവിഡ് വ്യാപന കാലത്താണ് നമ്മുടെ ഭരണസമിതി നിലവിൽ വന്നത്. അതിനുശേഷം കോവിഡിന്റെ വ്യാപനത്തോടു കൂടി തന്നെ നിലവിൽ വന്ന ഭരണസമിതി ആയതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസങ്ങൾ ആ സമയങ്ങളിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് നമ്മൾ വാക്സിൻ വിതരണം വളരെ കൃത്യമായ രീതിയിൽ വാക്സിൻ വിതരണം നടത്തിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളായ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമ്മൾ അനുമോദിച്ചിട്ടുണ്ട്. കോവിഡ് ജില്ലാതല കവിതാ രചനാ മത്സരത്തിൽ ഏറെ പങ്കാളിത്തം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്ന് നിപ്പ അതിജീവനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മഴക്കാലം എത്തിയതോടുകൂടി ഏറെക്കുറെ വന്നത് ഡെങ്കിയും ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളാണ്. നമ്മുടെ പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും ഈ ഡെങ്കിയുടെ അതിപ്രസരം ഉണ്ടായിരുന്നു. ഫോഗിംഗ് ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർമാരുടെയും പഞ്ചായത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡിഎംഒയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഫോഗിംഗ് പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിൽ നമ്മൾ ചെയ്ത് ഇപ്പം ഏറെക്കുറെ പിടിച്ചു കെട്ടിയ രൂപത്തിൽ ഡെങ്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അത് പ്രതിരോധിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയുമായി ചേർന്നുകൊണ്ട് നമ്മൾ നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ശ്രീമതി ഹാജറ, സ്ത്രീ ശാക്തീകരണ രംഗത്തെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും ഉന്നമനമായി നിൽക്കാൻ വേണ്ടി, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി കുടുംബശ്രീ മുഖാന്തരവും അല്ലാതെ എല്ലാം ധനസഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ പുതിയൊരു പ്രൊജക്റ്റാണ് വുമൺസ് വർക്ക് ഹബ്ബ്. സ്ത്രീകൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ, അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നൽകാൻ വേണ്ടി, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രചോദനമാവാൻ വേണ്ടി പഞ്ചായത്ത് മുന്നിട്ടിറങ്ങുകയാണ്. വുമൺസ് വർക്ക് ഹബ്ബ് എന്ന പേരിൽ നമ്മൾ അതിന് പ്രവർത്തനങ്ങളുമായി ഈ സാമ്പത്തിക വർഷത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്.
തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമീണ റോഡുകൾ അതുപോലെ തന്നെ വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നിലവിലെ ഭരണ സംവിധാനം വന്നതിന് ശേഷം ഓരോ വാർഡിലും 25-നും 30-നും ഇടയിൽ നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റെനൻസ്, തൊഴിലുറപ്പ്, MLA, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാ മേഖലയിലും അതുപോലെ തന്നെ സ്വന്തം നിലയിൽ വാർഡുകളിലെ മെമ്പർമാരുടെ സഹായത്തോടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും സഹായമായും അല്ലാതെ സ്വന്തമായും എല്ലാം ജനങ്ങളുടെ എല്ലാം അനുഭാവത്തോടു കൂടിയും അവരുടെയൊക്കെ സഹായ സഹകരണത്തോടും കൂടി 25-നും 30-നും ഇടയിലുള്ള റോഡുകൾ ഇത്രയും 4 വർഷത്തിനിടയിൽ നമ്മൾ ചെയ്തു പൂർത്തീകരിച്ചിട്ടുണ്ട്. വരും വർഷത്തിൽ നമ്മൾ ഏകദേശം ഒരു വാർഡിൽ 8 റോഡ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ വർഷം നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഓരോ വാർഡിൽ 2 പുതിയ റോഡുകളും 3 തൊഴിലുറപ്പ് റോഡുകളും 2 മെയിൻ്റെനൻസ് റോഡുകളും 3 മെയിൻ്റെനൻസ് റോഡുകളും ഉൾപ്പെടെ 8ഓളം റോഡുകൾ നമ്മുടെ ഓരോ വാർഡിലും നടത്താൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. DPC അംഗീകാരം കിട്ടിയ ഉടനെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മഴയുടെ അതിപ്രസരം കുറയുന്ന തരത്തിൽ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭവനം എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ 200 സംതിങ് ആളുകൾക്കാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ച് ലൈഫിൽ അംഗീകാരം കിട്ടിയത്. അവരുടെ ലിസ്റ്റ് പ്രകാരം ഏറെക്കുറെ എല്ലാ പേരും അതിന്റെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു. പകുതിയിലേറെ പേർ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചവരാണ്. ഏറെക്കുറെ പേർ പ്രവർത്തന പാതയിലാണ്. ഈ വർഷത്തെ ഫണ്ടിന്റെ ഒരു DPC അംഗീകാരം വന്ന ഉടനെ അതിന്റെ വിതരണവുമായി മുന്നോട്ട് പോയി വരും കാലങ്ങളിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ എല്ലാ അംഗങ്ങളും നമ്മൾ ഇതുവരെ എടുത്ത 200 സംതിങ് ആളുകളും മുഴുവൻ ആളുകളും ലൈഫ് ഭവനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഗ്രാമപഞ്ചായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു കളിക്കളം. പഞ്ചായത്തിന് സ്വന്തമായിട്ട് കളിസ്ഥലമില്ല. അതിന് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കളിസ്ഥലമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ഈ കായികോത്സവം, അതുപോലെ തന്നെ സ്കൂൾ കായികോത്സവം, കേരളോത്സവം പോലെയുള്ള പരിപാടികൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ള പഞ്ചായത്തുകളെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. പഞ്ചായത്തിനൊരു കളിസ്ഥലം എന്നുള്ള നമ്മുടെ ഒരു സ്വപ്നം പൂവണിയാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. തീർച്ചയായിട്ടും കൂട്ടായ പ്രയത്നം തന്നെയാണ് ഇത്തരത്തിൽ നിരവധി വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖല എന്നുള്ളത് തന്നെ. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ പഞ്ചായത്തിൽ നേരിടുന്നുണ്ടോ? നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് പന്നി ശല്യം വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ ഭരണസമിതിയിലും അതിന്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു. പന്നി ശല്യം നമുക്ക് നശിപ്പിക്കാൻ ഈ തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസിലുള്ള ആളുകളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്ത് അത് നശിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മുടെ പഞ്ചായത്തില് ഇതുവരെ സബ് സെന്റർ, പഞ്ചായത്തിന്റെ പുതിയ പുരോഗതികളൊക്കെ ഒന്ന് പറയാം. സബ് സെന്ററുകൾ നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണമ്പത്തുകര സബ് സെന്ററിന് വേണ്ടി ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ വാർഡ് മെമ്പറും കൂടിയായ D. പ്രജീഷിന്റെ ഇടപെടൽ മൂലം സ്ഥലം ലഭ്യമായിട്ടുണ്ട്. ഹോമിയോ ഹോസ്പിറ്റൽ K. മുരളീധരൻ MP ആയിരിക്കുന്ന സമയത്ത് 50 ലക്ഷം രൂപ വകയിരുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആയുർവേദ ഹോസ്പിറ്റൽ നവീകരണം നടന്നു വരികയാണ്. അതുപോലെ തന്നെ മൃഗാശുപത്രി നവീകരിച്ചിട്ടുണ്ട്. വെറ്റിനറി സബ് സെന്ററിന് വേണ്ടി സ്ഥലം ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ജലജീവൻ കുടിവെള്ള പദ്ധതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു അപാകതകൾ രജിസ്ട്രേഷൻ ഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് ഉള്ളത് കൊണ്ട് ചെറിയൊരു ആശങ്കയിലാണ്. അതുമായി നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചം എന്നുള്ളത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന എല്ലാ വാർഡുകളിലും തെരുവ് വിളക്കുകൾ എന്നുള്ള ആശയം ഉണ്ടായിരുന്നെങ്കിലും അത് അണഞ്ഞു കിടക്കുകയായിരുന്നു. 2 ഏജൻസികൾ വഴി 6 പ്രാവശ്യം തെരുവ് വിളക്കിൽ പരിപാലനം നടത്തി പുതിയത് സ്ഥാപിക്കാനുള്ള ജില്ലാ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അംഗനവാടികളുടെ അറ്റകുറ്റപ്പണികൾ 6 അംഗനവാടികൾ ഇപ്പൊ അറ്റകുറ്റപ്പണി പണികൾക്കായി പൂർത്തീകരണമായിട്ടുണ്ട്. സ്വന്തമായി കുടിവെള്ള സംവിധാനം എല്ലാ അംഗനവാടിയും ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7ാം വാർഡിൽ ഒരു അംഗനവാടി സ്മാർട്ട് ആവാൻ പോവുകയാണ്. എല്ലാ അംഗനവാടികൾക്കും പോഷകാഹാരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് പഞ്ചായത്തിന്റെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ സ്വന്തമായി വോളിബോൾ ടീം റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ബോർഡിന് കീഴിലുള്ള സ്കൂൾ GLP സ്കൂൾ ഗ്രൗണ്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളോത്സവം മുഴുനീള മെമ്പർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കേരളോത്സവങ്ങൾ മുഴുവനും നടന്നിട്ടുള്ളത്. ആ കേരളോത്സവങ്ങളിലെല്ലാം സർട്ടിഫിക്കറ്റും മെഡലുകളും ഉപഹാരങ്ങളും നൽകി എല്ലാ അതിൽ വിന്നേഴ്സ് ആയുള്ള ആൾക്കാരെയും അനുമോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഏറെക്കുറെ എല്ലാ മേഖലയിലും നമ്മൾ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തി എല്ലാവരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്ന ഒരു സംഗതിയാണ് ലഹരിയുടെ അതിപ്രസരണം കാരണം നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ട്, എന്റെ നാട് നല്ല നാട് എന്ന്. ആ ഒരു ഇതിലേക്ക് നമ്മൾ എല്ലാ മേഖലയിലുള്ള ആളുകളെയും വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് പ്രചോദനമാവുന്ന രൂപത്തിൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ലഹരിയുടെ അതിപ്രസരം തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ അവരുമായി കൂടിച്ചേർന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ എല്ലാ സ്കൂളിലേക്കും ഇതിന്റെ ഒരു സന്ദേശവുമായി പോവുകയാണ്. ലഹരിയുടെ ഉപയോഗം നമുക്ക് എത്രമാത്രം പ്രശ്നമാണ്, പ്രയാസമാണ് എന്നുള്ള കാര്യങ്ങൾ കുട്ടികളിലൂടെ LP മുതലുള്ള കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് തിരുവള്ളൂർ പഞ്ചായത്തിന് 22 സ്കൂളാണ് ഉള്ളത്. 22 സ്കൂളിലേക്ക് മാജിക് വാൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. 22 സ്കൂളിലും ഒരു വണ്ടി എത്തി അവിടെ അരമണിക്കൂർ നിലനിൽക്കുന്ന ഒരു മാജിക് ഷോ, ഈ ലഹരിക്കെതിരെയുള്ള ഒരു മാജിക് ഷോ സംഘടിപ്പിച്ച് അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ഹാജിറ പങ്കുവച്ചത്. നന്ദി ശ്രീമതി ഹാജിറ.